السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ ഈ ഉലകത്തിൻ്റെ റബ്ബായ നമ്മുടെ സൃഷ്ടികർത്താവായ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമാണ് നമ്മുടെ ഈ അനുഗ്രഹീത സമയം അള്ളാഹുവിൻ്റെ ഈ പുണ്യഭവനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയിക്കുന്ന തേട്ടങ്ങളും വിധികളും അവയുടെ പൊരുളും അർത്ഥവുമൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ കേവലം നാമങ്ങൾ പഠിക്കുക, പറയുക എന്നതിനപ്പുറം ആ നാമങ്ങളുടെ തേട്ടങ്ങളും വിധികളും നമ്മൾ ഉൾക്കൊണ്ട് ജീവിതം പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ തേട്ടങ്ങളുണ്ട്. ആ തേട്ടങ്ങൾ നാമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മളിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അള്ളാഹുവിൻ്റെ അശ്ശാക്കിർ എന്ന നാമം മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അശ്ശക്കൂർ എന്ന നാമം മനസ്സിലാക്കുകയാണ്. അശ്ശക്കൂർ എന്നുള്ള നാമം ഷാക്കിർ എന്ന നാമത്തെ അപേക്ഷിച്ച് അഗാധാർത്ഥ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ആശയതലം വിപുലവും അർത്ഥം അഗാധവുമാണ് അശ്ശക്കൂർ എന്നുള്ള നാമത്തിന്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ നാമത്തെ വിശദീകരിച്ചപ്പോൾ ഉണർത്തിയത് തെറ്റുകൾ എത്ര വലുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കും, മാപ്പാക്കും. തെറ്റ് വന്നാൽ ഒരു തെറ്റായി രേഖപ്പെടുത്തും.
നന്മ എത്ര ചെറുതാണെങ്കിലും അത് വലുതായി കാണുകയും അത് 10 മടങ്ങായി രേഖപ്പെടുത്തുകയും അതിൽ പ്രശംസിക്കുകയും പ്രതിഫലം അതിൻ്റെ മഹത്തരമാക്കുകയും ചെയ്യും. അതാണ് അഷ്ഷക്കൂർ എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ഒരു സ്വഭാവം, ശുക്ർ അർപ്പിക്കുക എന്നുള്ള സ്വഭാവം, അത് നമ്മളിലുണ്ടാവാൻ, നമ്മൾ ശുക്ർ അർഹിക്കുന്നവർക്ക് നേരെ ശുക്ർ കാണിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. ആ ഒരു സ്വഭാവം നമ്മളിൽ വളരേണ്ടതുണ്ട്, നന്നായി ജീവിതത്തിൽ നിഴലിക്കേണ്ടതുണ്ട്. റബ്ബിനോടുള്ള ശുക്രാണെങ്കിലും പടപ്പുകളോടുള്ള ശുക്രാണെങ്കിലും. ഈ ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കർമ്മങ്ങൾ അത് ചെറുതാണെങ്കിലും അതിനെ വലുതായി കാണുക, തിന്മകൾ വലുതാണെങ്കിലും അതിനെ പൊറുക്കുക, മാപ്പാക്കുക. ഇത് അല്ലാഹുവിൻ്റെ പ്രത്യേകതയാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ. എന്താ ആയത്ത് അർത്ഥമാക്കുന്നത്? മൻ ജാഅ ബിൽ ഹസനതി, ഒരാൾ ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹ എന്നാണ്, അവന് അതിൻ്റെ 10 മടങ്ങുണ്ട് എന്നാണ്. ഒരു നന്മക്ക് 10 മടങ്ങ് പ്രതിഫലം, മഹത്വം. അത് അല്ലാഹുവിങ്കൽ. വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരാളൊരു തിന്മയാണെങ്കിലോ, തിന്മ ചെയ്താൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, ആ തിന്മക്ക് ഇരട്ടി ശിക്ഷ അല്ല, ഇനി ആ തിന്മക്കുള്ള കുറ്റമാണ് രേഖപ്പെടുത്തപ്പെടുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഒരു വ്യക്തി ഒരു ഒട്ടകത്തെ കൊണ്ടുവന്ന്, ആ ഒട്ടകം കടിഞ്ഞാണിടപ്പെട്ട മഖ്തൂമത്തായ ഒട്ടകമാണ്. എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെയും കൊണ്ട് ഒരു യുദ്ധം നടക്കുകയാണ് എങ്കിൽ ആ യുദ്ധത്തിന് പ്രയോഗിക്കുവാൻ റെഡിയാക്കപ്പെട്ട, തയ്യാറാക്കപ്പെട്ട ഒരു യാത്രാമൃഗമാണത്. അങ്ങനെ ആ ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു സ്വഹാബി. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി നാഖത്തുൻ മഖ്തൂമ, റസൂലേ, ഇതൊരു കടിഞ്ഞാണിടപ്പെട്ട ഒട്ടകാണ്, ഇത് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് ആ ഒട്ടകത്തെ അയാൾ കൊടുത്ത്. ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി. എന്താ വഹിയിൽ പറഞ്ഞത്? ലക ബിഹാ 700 നാഖത്തിൻ മഖ്തൂമത്തിൻ യൗമൽ ഖിയാമ, താങ്കൾക്ക് അന്ത്യനാളിൽ ഈ ഒരു ഒട്ടകത്തിന് പകരമായി 700 ഒട്ടകങ്ങൾ, 700 ഒട്ടകങ്ങൾ അതാണ് പരലോകത്തുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരൊട്ടകമാണ് ദാനം ചെയ്തത്. അത് അള്ളാഹുവിങ്കൽ 700 ഒട്ടകങ്ങളായി. അന്ത്യനാളിൽ ഇയാൾ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അയാൾ ചെയ്ത ആ ദാനം അതിൻ്റെ 10 മടങ്ങല്ല, ദശക്കണക്കിനല്ല, പിന്നെയോ ശതക്കണക്കിന് എന്ന് പറഞ്ഞാൽ 700 ഒട്ടകങ്ങൾ. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മഹത്വവൽക്കരിച്ചത്. ഇതാണ് അള്ളാഹുവിൻ്റെ ഷക്കൂർ എന്ന പേരിൻ്റെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ ശുക്ർ എന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖ അഖാക ബി വജ്ഹിൻ തലിഖ്. നന്മകളൊന്നും നിങ്ങൾ നിസ്സാരമായി കാണണ്ട, നന്മകളൊന്നും നിങ്ങൾ നിസ്സാരമായി കാണണ്ട. അത് സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പ്രസന്നവദനായി കണ്ടുമുട്ടുന്ന വിഷയമാണെങ്കിലും ശരി, സഹോദരനെ പുഞ്ചിരിയിൽ പ്രസന്നമായ മുഖഭാവത്തിൽ കണ്ടുമുട്ടുന്ന മസലയാണെങ്കിലും നിസ്സാരമായിട്ട് കാണണ്ട.
ഒരു നന്മയും നിസ്സാരമായി കാണണ്ട എന്ന് പറഞ്ഞു. എന്താ ഒരു നന്മയും നിസ്സാരമായി കാണണ്ടെന്ന് പറഞ്ഞാൽ ആളുകളുടെ ദൃഷ്ടിയിൽ അത് നിസ്സാരമായേക്കാം, പക്ഷെ അള്ളാഹുവിങ്കൽ അതെന്താണ്? നിസ്സാരമല്ല. അള്ളാഹുവിങ്കൽ അത് മഹനീയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തിൽ കാണാം, ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ ഫഇൻ ലം തജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ. ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി. എന്തുകൊണ്ട്? വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള്, കാരക്കയുടെ ഒരു കാരക്ക മുഴുവല്ല, പിന്നെ ഒരു കാരക്ക മുറിച്ചതിൻ്റെ ഒരു നാര് ചീള്, അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തോളിയും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നരകത്തെ കാക്കാൻ ചിലപ്പോൾ എന്ത് മതി? ഒരു കാരക്കയുടെ ചീള് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. നിയ്യത്ത് നന്നാക്കി നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷക്കാണ് അത് ദാനം ചെയ്തത് എന്നത് അയാളുടെ നിയ്യത്തിൽ അത് സത്യസന്ധമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാരക്ക ചീളിനെ സ്വീകരിച്ച് ഇയാളെ നരകത്തെ തൊട്ട് തടുക്കും. അതല്ല അതിൻ്റെ അർത്ഥം? തഖു നാറ വലൗ ബിശിഖ്ഖി തംറ. എന്നിട്ട് പറയാണ് ഫഇൻ ലം തജിദ്, ഇനി ഒരു കാരക്കച്ചീള് കിട്ടിയില്ല ദാനം ചെയ്യാൻ എങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബ, ഒരു സൽവചനം, നല്ല വചനം, അത് പറഞ്ഞ് നരകത്തെ കാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദാനം ചെയ്യാൻ ഇനി ഒന്നുമില്ല എന്ന് വെക്കുക എങ്കിൽ ഒരു സൽവചനം, നല്ല സംസാരം, സലാം പറച്ചിലാട്ടെ, അല്ലെങ്കിൽ നന്മയുടെ എന്തൊരു സംസാരാകട്ടെ, അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാണ്. ഇത് നമ്മളെ അറിയിക്കുന്നത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശുക്രിനെയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ശരിക്കും നിഴലിക്കേണ്ട വിഷയമാണ്. ഇതിൻ്റെയൊക്കെ സ്വാധീനം നമ്മളിൽ കാണേണ്ട വിഷയം കൂടിയാണ്. ഒരാൾക്ക് ദാനം ചെയ്യാനൊന്നുമില്ല എങ്കിലും അയാളുടെ അധരങ്ങൾക്ക് സൽവചനങ്ങളെ ഉച്ചരിക്കാൻ എന്താ തടസ്സം? പൂർവികരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കൈക്കാലുകൾ നഷ്ടപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ, അയാൾ ബ്ലൈൻഡുമാണ്, കൈക്കാലുകളില്ല, ആൾ ബ്ലൈൻഡാണ്. അയാൾ ചെന്ന് കാണുമ്പോൾ അയാൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി പറയാണ്. എന്തിനാ സ്തുതി പറയുന്നത്? അള്ളാഹു അദ്ദേഹത്തിന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് സ്തുതി പറയാം. അൽഹംദുലില്ലാ പറയാൽ എപ്പോഴാ ഒരു അനുഗ്രഹം ലഭിച്ചാലാണ് സാധാരണ അൽഹംദുലില്ലാ പറയൽ. അപ്പം അയാളോട് പറയാണ് സന്ദർശകൻ, അൽഹംദുലില്ലാ പറയാൻ മാത്രം നിങ്ങളിൽ എന്താണുള്ളത്? നിങ്ങൾ അവയവങ്ങളില്ലാത്ത ആള്, ബ്ലൈൻഡ്, ഒരു മരത്തടി കിടക്കും പോലെ. അപ്പം അയാൾ പറയാണ് എനിക്കൊരു നന്ദി പ്രകാശിക്കുന്ന ഹൃദയം, ദിക്റെടുക്കുന്ന നാവ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലേ? ഞാൻ അതിന് അള്ളാഹുവിനോട് കടപ്പെട്ടവനല്ലേ? അതാണ് ഈ ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോടൊരു കാര്യം ഉണർത്തി. എന്താ ഉണർത്തിയത്? വിശുദ്ധ ഖുർആനിൽ സ്വർണവും വെള്ളിയും ദാനം ചെയ്യാതെ സംഭരിച്ചു വെക്കുന്നതിനെ വിരോധിച്ചും ആ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയും ആയത്തിറങ്ങി. എന്താ ആയത്ത്? വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ഇതാണ് ആയത്ത്. വല്ലദീന യക്നിസൂന الذهب والفضة, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ.
വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ. എന്താ? ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് നോവേറ്റുന്ന ശിക്ഷയുണ്ട്, വേദനയുള്ള ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അങ്ങനെ സ്വർണവും വെള്ളിയും ശേഖരിച്ച് വെക്കാൻ പാടില്ല. എന്താ നോവേറ്റുന്ന ശിക്ഷ? അത് അള്ളാഹു പറയാണ്, യൗമ യുഹ്മ അലൈഹാ ഫി നാരി ജഹന്നം, നരകത്തീയിൽ ശേഖരിച്ചു വെച്ച ഈ സ്വർണവും വെള്ളിയും ചുട്ടെടുക്കപ്പെടും, ചൂടാക്കിയെടുക്കും. എന്നിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അത് ശേഖരിച്ചു വെച്ചവരുടെ നെറ്റിയിലും മുതുകിലും പാർശ്വങ്ങളിലും അതുകൊണ്ട് ചൂട് വെക്കും. ആളുകൾ ചെലവഴിക്കാതെ എടുത്തു വെച്ച സ്വത്ത് അത് നരകത്തീയിൽ അതുകൊണ്ട് അതന്നെ ചൂടാക്കിയിട്ടാണ് അത് ശേഖരിച്ചു വെച്ചവർക്ക് ചൂട് വെക്കുക. എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത ശേഖരിച്ചു വെച്ച സ്വത്താണിത്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചു വെച്ചത് ആസ്വദിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക എന്ന് പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. നമ്മൾ നല്ല പ്രത്യാശയിലാണ് സക്കാത്ത് കൊടുക്കാതെ സദഖ കൊടുക്കാതൊക്കെ എടുത്തു വെച്ചത്, നാളേക്ക് വേണ്ടി, ഒരു കഷ്ടതയില്ലാത്ത ഫ്യൂച്ചറിന് വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷേ അത് തിരിഞ്ഞു കുത്തുന്ന രംഗം. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾക്കിടയിൽ അത് ചർച്ചയായി. എന്താ ചർച്ച? സ്വർണവും വെള്ളിയും ദാനധർമ്മം നിർവഹിക്കപ്പെടാത്ത വിധം ശേഖരിച്ചു വെച്ചാൽ അത് നാളെ വിനയാണ്, അപകടമാണ്. ഇതിനെക്കുറിച്ച് ചർച്ചയായി. അപ്പം ഇനി സ്വർണവും വെള്ളി എടുത്തേക്കാൻ പറ്റില്ല, പിന്നെ എന്ത് സ്വത്താണ് നമ്മൾ എടുത്തു വെക്കുക? എന്താണ് നമ്മൾ എടുത്തു വെക്കുക? ഇതാണ് അവിടുത്തെ ചർച്ച. അപ്പോൾ ഉമർ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, അന അഅലമു ലക്കും ദാലിക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് മനസ്സിലാക്കും, ഞാനത് മനസ്സിലാക്കാൻ പോവുകയാണ്. അങ്ങനെ ഫൗദ അല ബഈരിഹി, ഉമർ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് സ്പീഡിൽ ഒട്ടകത്തെ പറത്തി വിട്ടു. ഫാദറക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കണ്ടു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സൗബാനാണ്. സൗബാൻ പറയാണ്, ഉമർ സ്പീഡിൽ വിട്ടു, ഉമറിൻ്റെ പിന്നാലെ ഞാനും വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരുസവിധത്തിലെത്തിയപ്പോൾ ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യൽ മാലി നത്തഖിദ്, അയ്യൽ മാൽ നത്തഖിദ്, ഏത് സ്വത്താണ് അപ്പം ഞങ്ങൾ സ്വീകരിക്കുക? സ്വർണത്തിൻ്റെ വിഷയത്തിൽ ഇതാണ് വിഷയം, വെള്ളിയുടെ വിഷയത്തിൽ ഇതാണ് പ്രശ്നം. പിന്നെ ഏത് സ്വത്താണ് ഞങ്ങൾ സ്വീകരിക്കുക? ഞങ്ങൾക്ക് ഇവിടെ സ്വത്തുണ്ടാക്കണ്ടേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംരിൽ ആഖിറ. ഈ സ്വത്തുക്കളാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഖൽബൻ ശാകിറൻ, നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. വലിസാനൻ ദാകിറൻ, അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്ന ഒരു നാവ്. വസൗജതൻ മുഅ്മിനതൻ, വിശ്വാസിനിയായ ഒരു ഭാര്യ. എങ്ങനെ വിശ്വാസിനിയായ ഭാര്യ? തുഈനു അഹദകും അലാ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്ന വിശ്വാസിനിയായ ഭാര്യ. ഈ സ്വത്തുക്കളാണ് നിങ്ങളിവിടെ സമ്പാദിക്കേണ്ടത് എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അവിടെ വെച്ച് ഉണർത്തേണ്ടായി. ഇത് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം. ഇവിടെ വെച്ച് നമ്മൾ സമ്പാദിക്കുവാൻ ടെൻഷൻ അടിക്കേണ്ട, ഇവിടെ വെച്ച് നമ്മൾ സമ്പാദിച്ചുവോ എന്ന് ആലോചിക്കേണ്ട, ഇവിടെ നമ്മൾ നേടിയെടുത്തോ എന്ന് ചിന്തിക്കേണ്ട, മരിക്കുന്നതിന് മുമ്പ് എനിക്കിത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ട സമ്പാദ്യം. ഏത് സ്വത്താണ് ഞങ്ങൾ ശേഖരിക്കേണ്ടത് എന്ന തിരുദൂതരോടുള്ള ചോദ്യത്തിന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഒന്ന് ഖൽബൻ ഷാകിറൻ, നന്ദി കാണിക്കുന്ന കൽബാണ്. എന്ത് ഈ നന്ദി കാണിക്കുന്ന കൽബ്? ആർക്കാ നന്ദി കാണിക്കേണ്ടത്? ആർക്കാ നന്ദി കാണിക്കേണ്ടത്? നന്ദി കാണിക്കേണ്ടത് പ്രഥമവും പ്രധാനമായി മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്. പിന്നെ നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? പടപ്പുകളോടാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നവൻ ജനങ്ങളോട് നന്ദി കാണിക്കും. മൻ ലാ യശ്കുരില്ലാഹ് ലാ യശ്കുരിന്നാസ്. അള്ളാഹിനോട് നന്ദി കാണിക്കാത്തവൻ ജനങ്ങളോട് നന്ദി കാണിക്കൂല. നേരെ തിരിച്ചും കാണാം. മൻ ലാ യശ്കുരിന്നാസ് ലാ യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കൂല. അപ്പോൾ രണ്ട് നന്ദിയുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള നന്ദി, രണ്ട് പടപ്പുകളോടുള്ള നന്ദി. എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക? അള്ളാഹ്ക്ക് നന്ദി കാണിക്കൽ മനസ്സ വാച കർമ്മണ. മനസ്സ വാച കർമ്മണ. മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹു ഏകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ഇത് അള്ളാഹു നൽകിയതാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാകുന്നു. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി റബ്ബ് നൽകിയതാണ് ഇത് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്. ആരെ വിഷയത്തിൽ? ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നാരാ പറഞ്ഞേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറഞ്ഞത്. എപ്പോൾ? സബയിലെ രാജ്ഞി ബൽഖൈസ് ഇബ്നു ഷറാഹീലിൻ്റെ സിംഹാസനം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹാജരാക്കി. സബയിലെ രാജ്ഞിയുടെ സിംഹാസനം ഞൊടിയിടയിൽ തൻ്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചപ്പോൾ ഇതെൻ്റെ നുബുവത്താണ് എന്നോ എൻ്റെ മോജിസത്താണോ എനിക്കുള്ള മോജിസത്താണ് എന്നോ അല്ലെങ്കിൽ കറാമത്താണോ എന്നോ തന്നിലേക്ക് ചേർക്കല്ല ചെയ്ത്. പിന്നെ ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യം ഞാനതിന് യോഗ്യനായതുകൊണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെയോ ലിയബ്ലുവനി, അതെന്നെ പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ റബ്ബിലേക്ക് അനുഗ്രഹം ചേർത്ത് കണ്ടോ? അതാണ് നിഅമത്ത്. ആരാണോ ഏകിയത് അവനിലേക്ക് അത് ചേർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ അത് അള്ളാഹുവിലേക്ക് ചേർക്കുക. വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തഹ്സുഹ. അള്ളാഹിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ സാധിക്കില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളിലാണ് ആളുകളുള്ളത്. പക്ഷേ അത് അള്ളാഹ്ക്ക് സമ്മതിക്കണം, വകവെക്കണം. പിന്നെയോ അതിൽ അള്ളാഹ്ക്ക് നാവ് കൊണ്ട് നന്ദി പ്രകാശിപ്പിക്കണം. എങ്ങനെ നാവ് കൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുക? അതിനാണ് ഹംദിൻ്റെ വചനങ്ങൾ. ഹംദിൻ്റെ വചനങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാനുള്ള വചനങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദിന് പല വചനങ്ങളുണ്ട് അതിൻ്റെ സന്ദർഭങ്ങൾ. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ. ഇതൊക്കെ തിന്നാൽ അതേപോലെ കുടിച്ചാൽ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുവാനുള്ള ഹംദിൻ്റെ വചനങ്ങളാണ്. അതേപോലെ വസ്ത്രം എടുത്താൽ അൽഹംദുലില്ലാഹ് പറയണം. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. ഇതേപോലെ അൽഹംദുലില്ലാഹ് പറയാൻ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് പറയൽ എന്താണ്? അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കലാണ്. ചിലർ തിന്നിട്ടുണ്ടെങ്കിൽ മൂടും കൊട്ടി നീച്ചു പോകുക എന്നല്ലാതെ ഒരു അൽഹംദുലില്ലാഹ് തൊള്ളിന്ന് വരില്ല. അത് കഷ്ടമാണ്. എന്താ ചുരുങ്ങിയതൊരു അൽഹംദുലില്ലാഹ്? ഒരാൾ വല്ലതും കഴിച്ചു, അതിൽ പിന്നെ അൽഹംദുലില്ലാഹ് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമുക്കല്ല. ഒരാൾ വല്ലതും കുടിച്ചു, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ അതിൻ്റെ തെളിഞ്ഞ തികഞ്ഞ ഉദാഹരണമായിട്ട് നമുക്കുണ്ട് താനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദ് പറഞ്ഞ പഠിപ്പിച്ച സന്ദർഭങ്ങൾ. അതേപോലെ തന്നെ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ നാവുകൊണ്ടും കൽബുകൊണ്ടും നന്ദി കാണിക്കുന്നത് പോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. എങ്ങനെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുക? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്ദികേട് പ്രകാശിപ്പിക്കരുത്. അതുകൊണ്ട് നന്ദികേട് കാണിക്കരുത്. അള്ളാഹ്ക്ക് അനിഷ്ടമായ വിഷയത്തിൽ അത് വിനിയോഗിക്കരുത്. അള്ളാഹു കണ്ണ് നൽകി,
ആ കണ്ണുകൊണ്ട് നിഷിദ്ധം കാണരുത്. കാത് നൽകി നിഷിദ്ധം കേൾക്കരുത്. നാവ് നൽകി നിഷിദ്ധം പറയരുത്. ഇങ്ങനെ അള്ളാഹു ഏകിയ അനുഗ്രഹങ്ങളൊക്കെയും അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗേണ ഉപയോഗപ്പെടുത്തലാണ് അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കൽ. മനസ്സിലായി? ഞാൻ പറഞ്ഞു, അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന രീതി, നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം നമുക്കൊക്കെ ഉണ്ടാകണം. നന്ദി പ്രകാശിപ്പിക്കൽ അതെങ്ങനെ? പടപ്പുകളോട് നന്ദി പ്രകാശിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ തികഞ്ഞ ഉദാഹരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഹുനൈൻ യുദ്ധ ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅയോട് 40,000 ദിർഹം അല്ലെങ്കിൽ ദീനാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടായി വാങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധാർജിത സ്വത്ത് വന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅയോട് വാങ്ങിയ 40,000 ദീനാർ ദിർഹം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ബാറക്കല്ലാഹു ലക് ഫി അഹ്ലിക വമാലിക്, ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വമാലിക്. നിന്റെ സ്വത്തിൽ, നിന്റെ കുടുംബത്തിൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ, അള്ളാഹു ബർക്കത്ത് വർഷിക്കട്ടെ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ ജസാഉ സലഫി അൽ വഫാഉ വൽ ഹംദു, അൽ വഫാഉ വൽ ഹംദു. കടം കൊണ്ടാൽ കടം തിരിച്ചു നൽകുമ്പോഴുള്ള പ്രതിഫലം അതെന്താ? അൽ വഫ, കടം തിരിച്ചു വീട്ടുക എന്നുള്ളതാണ്. കടം തിരിച്ചു വീട്ടുക. രണ്ടാമത്തേത് അതിൽ ഹംദ് അർപ്പിക്കുക എന്നാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ ശുക്ർ അർപ്പിക്കുക എന്നുള്ളതാണ്. ആ ശുക്ർ അർപ്പിക്കുന്നതിൻ്റെ ഭാഗത്തിലാണ് വേറെ പറഞ്ഞത്, ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വമാലിക്. മനസ്സിലായി? നമ്മളൊക്കെ ആളുകളിൽ നിന്ന് കടം കൊള്ളാറുണ്ട്, കടം വീട്ടാറുണ്ട്. ഈ കടം വീട്ടുന്ന മാർഗേണ നമ്മൾ പറയാറുണ്ടോ ബാറക്കല്ലാഹു ലക ഫീ മാലിക വ അഹ്ലിക്? എന്താ പ്രയാസം? എന്താ ഒരു നയിപ്പുള്ളത്? ഒരു നയിപ്പുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ആളുകൾ ഇത് ശീലിക്കണം, ഇത് പ്രയോഗവൽക്കരിക്കണം എന്നുള്ളതാണ്. ഇത് മനുഷ്യന്മാരോട് നന്ദി കാണിക്കുന്ന മാർഗേണ. അത് എനിക്കറിയില്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞു എന്നുള്ളത്. സഫ്വാൻ ഇബ്നു ഉമയ്യ ഒരു മഹനീയ ചരിത്രമാണിത്. സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകനാണ്. ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ മകനാണ്. ഉമയ്യ ഇബ്നു ഖലഫ് ആരാണ്? ഉമയ്യ ഇബ്നു ഖലഫ് നമുക്കറിയാം കൊടിയ ശത്രുവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ബിലാൽ റളിയല്ലാഹു തആലാന്റെ സയ്യിദായിരുന്നു. ബിലാൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ബിലാലിനെ ആക്രമിക്കാനും ബിലാലിനെ ശിക്ഷിക്കാനും ഒഴിഞ്ഞിട്ട് കൊടുത്തിരുന്നു ആര്? യജമാനൻ ഉമയ്യ. അങ്ങനെ ബിലാലിനെ മക്കയിൽ അബൂജഹലും കൂട്ടരൊക്കെ പീഡിപ്പിച്ചിരുന്നത് ഈ ഉമയ്യ വിട്ടുകൊടുത്തതിനനുസരിച്ചാണ്. സയ്യിദ് സമ്മതിച്ചെങ്കിലല്ലേ മറ്റുള്ളവർ അടിമകളെ വന്നിട്ട് ആക്രമിക്കുള്ളൂ. സയ്യിദ് തന്നെ വിട്ടുകൊടുത്ത് എന്തും ചെയ്യാൻ. അങ്ങനെ ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ വർദ്ധിച്ചു. ഉമയ്യ ഇബ്നു ഖലഫ് ബദറിൽ കൊല്ലപ്പെട്ടു. ബിലാൽ പറയുന്നുണ്ട്, ലാ നജൗതു ഇൻ നജ, ഉമയ്യ രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉമയ്യയെ തെരഞ്ഞു നടന്നു ആര്? ബിലാൽ. ബദറിൽ കഥ. ഈ ഉമയ്യൻ്റെ മകനാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. പിന്നെയും ജീവിച്ചു. ഉഹദിൽ പങ്കെടുത്തു മുശ്രിക്കീങ്ങളുടെ കൂടെ. പിന്നെ പല യുദ്ധങ്ങളിലും മുശ്രിക്കീങ്ങൾക്ക് അനുകൂലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പടവാള എന്തിയ ആളാണ് ആര്? ഉമയ്യ, സഫ്വാൻ ഇബ്നു ഉമയ്യ. ഈ സഫ്വാൻ ഇബ്നു ഉമയ്യ മക്കം ഫതഹിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ച്. അപ്പോഴും സഫ്വാൻ ഇബ്നു ഉമയ്യ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മൂപ്പര് മക്ക വിട്ട് ഓടി. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യയെ ചിലർ തേടിച്ചെന്ന്, എന്നിട്ട് സഫ്വാനോട് പറഞ്ഞു, വരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ അഭയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭയം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ ചിലരുടെ തല വെട്ടാൻ പറഞ്ഞിരുന്നു. കണ്ട അതിലൊരാളാണ് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യ. കാരണം അങ്ങനത്തെ ശത്രുവായിരുന്നു. മക്കം ഫതഹിലും റസൂലുള്ളാഹിൻ്റെ ശത്രുവാണ്. മൂപ്പര് ഓടി.
പക്ഷേ സഫ്വാൻ ബിൻ ഉമയ്യയെ തിരിച്ചു കൊണ്ടുവരികയാണ് ചിലർ ചെന്നിട്ട്. ഉമൈർ ബിൻ വഹബൊക്കെ ചെന്നിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വരും, റസൂലുള്ളാഹി നിങ്ങൾക്ക് അഭയം തരും. അങ്ങനെ സഫ്വാൻ ബിൻ ഉമയ്യ വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹായി വിജയശ്രീലാളിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ്വാൻ പറയാണ്, മുഹമ്മദ് എനിക്ക് അഭയമുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, സഫ്വാൻ നിങ്ങൾ വരി, നിങ്ങൾക്കൊന്നും പറ്റൂല റസൂലുള്ളാഹി സ്വീകരിക്കാൻ. അങ്ങനെ സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, തിരുസവിധത്തിൽ വന്നു. മക്ക ഫതഹായി. അതിനെ തുടർന്നാണ് റസൂലുള്ളാഹി തായിഫിലേക്ക് പോണത്. തായിഫിലേക്ക്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ തായിഫിൽ ആയുധമെടുത്ത് നിൽക്കുകയാണ് അവർ, അവിടുത്തെ ബൗദ്ധ വിശ്വാസികൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മക്ക ഫതഹിന് ശേഷം തായിഫിലേക്ക് പോയി. കാരണം അവരുടെ ആയുധധാരികളെ ഒതുക്കാൻ വേണ്ടിയിട്ട്. ആ മാർഗേണയാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ഹുനൈൻ യുദ്ധം പിന്നെ തായിഫ് യുദ്ധം. ഈ രണ്ട് യുദ്ധത്തിലും ആര് കൂടെ ഉണ്ട്? സഫ്വാൻ കൂടെ ഉണ്ട്. സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആരുടെ കൂടെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ട്. മുസ്ലിമല്ല, കൂടെ ഉണ്ട്. ഈ മക്കയിൽ നിന്ന് മക്ക റിപ്പബ്ലിക്കായി തായിഫിലേക്ക് പോകുമ്പോൾ, ഹുനൈനയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹിൻ്റെ കൂടെ ആയുധങ്ങളില്ല, ആൾബലുണ്ട്. 10,000 12,000 ആൾബലുണ്ട്, പക്ഷെ ആയുധമല്ല. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ സർവായുധ സന്നദ്ധനായിട്ടല്ല വരുന്നത്. മക്ക യുദ്ധമല്ലാതെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി വരുന്നത്. അതുകൊണ്ടാണ് മക്കക്കാരെ അറിയിക്കാതെ റസൂലുള്ളാഹി രഹസ്യമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആയുധ സാമഗ്രികളൊന്നുമില്ല തിരുനബിയുടെ കൂടെ. പിന്നെ മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ. അവർക്ക് അവിടുന്ന് ആയുധം കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ ധരിക്കാനുള്ള കുറേ അങ്കികൾ 100 അങ്കി എന്നൊക്കെ കാണാം. ആരോട് കടം വാങ്ങി? ഈ സഫ്വാൻ ബിൻ ഉമയ്യയോട് കടം വാങ്ങി. സഫ്വാൻ മുസ്ലിമല്ല, കടം വാങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയി. ഹുനൈൻ യുദ്ധം നടന്ന്, തായിഫ് യുദ്ധം നടന്നു. അപ്പോഴൊക്കെ സഫ്വാൻ കൂടെ ഉണ്ട്, മുസ്ലിമല്ല. അങ്ങനെ തായിഫിൽ, ഹുനൈനിൽ ശത്രു പരാജയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയം വരിച്ചു. ഹുനൈൻ, തായിഫ് ആ പ്രദേശങ്ങളൊക്കെ കാലി സമ്പത്തുള്ള കാർഷിക വിളകളുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അധീനപ്പെട്ടു. അങ്ങനെ വലിയ കാലിക്കൂട്ടങ്ങൾ, ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങളൊക്കെ യുദ്ധാർജിത സ്വത്തായിട്ടിട്ട് വന്ന്. അതുകൊണ്ടാണ് തായിഫ് യുദ്ധാർജിത സ്വത്തുക്കൾ വീതം വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി നൽകിയ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഈ മലഞ്ചെരിവുകളിൽ യുദ്ധാർജിത സ്വത്തായിട്ട് ഈ കാലിക്കൂട്ടങ്ങൾ ഇങ്ങനെ വന്നിറങ്ങിയപ്പോൾ അതിങ്ങനെ മേഞ്ഞു പോകുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ ഈ സഫ്വാൻ ബിൻ ഉമയ്യ മുസ്ലിമായിട്ടില്ല. അപ്പോൾ ഒരു കാലിക്കൂട്ടങ്ങളുടെ ഒരു പറ്റങ്ങട്ട് വന്നു, ആടുകളും കുറേ ഉണ്ട്. അപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ അതിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഫ്വാനോട് ചോദിക്കുകയാണ്, സഫ്വാൻ, ഈ കാഴ്ച നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടോ? ഈ കാഴ്ച നിങ്ങൾക്ക് കൗതുകമുള്ള കാഴ്ചയാണ്. അപ്പോൾ സഫ്വാൻ പറയാണ്, റസൂലെ, എനിക്ക് വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുഹമ്മദ്, എനിക്ക് നല്ല കൗതുകമായ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എങ്കിൽ സഫ്വാൻ, ആ കാണുന്ന കാലികൾ, ആട്ടിൻ പറ്റങ്ങൾ, അതൊക്കെ ഈ നിങ്ങൾക്കുള്ളതാണ്. അദ്ദേഹത്തോട് എടുക്കാൻ പറയണം. സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും എന്തിനാ ഈ ആട്ടിൻ പറ്റങ്ങളെ മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് റസൂലുള്ളാഹി കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ 100 അങ്കി ചോദിച്ചപ്പോൾ ആ അങ്കി റസൂലുള്ളാഹിക്ക് കടായിട്ട് നൽകി എന്നതിനാലാണ്. അതിൻ്റെ പ്രത്യുപകാരം റസൂലുള്ളാഹി കൊടുക്കുന്നത്. അതും 100 അങ്കിക്ക് പകരം ആ അങ്കി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പ്രത്യുപകാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാലികളെ നൽകുകയാണ്. അതും ധാരാളക്കണക്കിന്. ഇത് മുഴുവൻ കിട്ടിയപ്പോൾ സഫ്വാൻ അദ്ദേഹത്തെ തന്നെ വിശ്വസിക്കാനായിരുന്നില്ല. എന്താ സഫ്വാൻ പറഞ്ഞത്? മുഹമ്മദിൻ്റെ ഹൃദയ വിശാലത ഒരു പ്രവാചകൻ്റെ ഹൃദയ വിശാലതയാണ് എന്ന് ഞാനിതാ സമ്മതിക്കുന്നു. അവിടെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ ഇസ്ലാം പ്രഖ്യാപിക്കണം. അപ്പോഴാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ പരശതം പേജുകളിൽ ഒരു പേജ് മാത്രമാണ്, ഒരു സംഭവം മാത്രമാണ്. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഈ പ്രത്യുപകാര മനസ്ഥിതി, നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ചരിതങ്ങൾ. മനസ്സിലായി? നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ വിഷയം നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ഏത് സ്വത്താണ് ശേഖരിക്കേണ്ടത്, സമ്പാദിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പ്രതികരിച്ചത് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഖൽബൻ ഷാക്കിറൻ, നന്ദിയുള്ള ഹൃദയം നിങ്ങൾ ഉണ്ടാക്കണം. വലിസാനൻ ദാക്കിറൻ, അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്ന ഒരു നാവ് ഉണ്ടാക്കണം. പിന്നെ വസൗജത്തൻ മുഅ്മിനതൻ, വിശ്വാസിനിയായ ഒരു സ്ത്രീയെയും ഭാര്യയെയും സമ്പാദിക്കണം. തുഈനു അഹദക്കും അല അംറിൽ ആഖിറ, ആ സ്ത്രീ പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്ന സ്ത്രീയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഖൽബുൻ ഷാക്കിർ സമ്പാദിക്കുവാൻ റസൂലുള്ളാഹിന്റെ വസിയ്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശുക്ർ അള്ളാഹ്ക്ക് നേരെയുണ്ട്, ശുക്ർ പടപ്പുകൾക്ക് നേരെയുണ്ട്. ആ രണ്ട് ശുക്രും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാത്തവൻ പടപ്പുകളോട് ശുക്ർ കാണിക്കൂല, പടപ്പുകളോട് ശുക്ർ കാണിക്കാത്തവൻ അള്ളാഹിനോട് ശുക്ർ കാണിക്കൂല. രണ്ടും തിരുമൊഴികളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശുക്ർ എന്നുള്ളതായ ഗുണം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണമാണ്, അള്ളാഹുവിനുള്ള ഗുണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷക്കൂറാണ്. അത് നമുക്കുണ്ടാകുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ലിസാനുൽ ദാക്കിർ വേണം തന്നെ. എന്താ ഈ ലിസാനുൽ ദാക്കിർ? ദിക്ർ എടുക്കുന്ന നാവാണ്. ഒരു നയിപ്പും അധ്വാനമില്ലാത്തൊരു വിഷയമാണെന്ത്? ദിക്റിൻ്റെ വിഷയം. നമ്മൾ പറഞ്ഞ അള്ളാഹു ഷക്കൂറാണ്, ചെറുതാണെങ്കിലും വലുതായിട്ട് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ പറയാൻ എത്ര മിനിറ്റ് വേണം? എത്ര മിനിറ്റ് വേണം? കുറഞ്ഞ സമയം മതി, കുറഞ്ഞ സമയം മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാം, 100 തവണ പറയാം. ഹുത്തത് ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിൽ കാണുന്ന പതകൾ, നുരകൾ, അതിന് തുല്യമാണ് ഒരാളുടെ തെറ്റുകുറ്റങ്ങളെങ്കിലും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടും എന്നാണ്. ആരാ പുറത്തുതരുന്നത്? അള്ളാഹു പുറത്തുതരും. ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, ആദ്യത്തെ സുബ്ഹാനല്ലാഹി വബിഹംദി, പിന്നത്തേത് സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി, ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന എന്നാണ്. ഒരു തവണ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി പറയാൻ എത്ര അധ്വാനം വേണം? എത്ര ടൈം വേണം? ഒരു ടൈമിൻ്റെ ആവശ്യമില്ല, ഒരധ്വാനത്തിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ക്ഷിപ്രസാധ്യമായ ഒരു വിഷയമാണ് സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി. എന്താ അതിന് പ്രതിഫലം പറഞ്ഞത്? ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പന ഇതിൻ്റെ പ്രതിഫലമായിട്ട്. അവിടെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കുറേ കൃഷികൾ, നമുക്ക് കുറേ ഈത്തപ്പനകൾ അവിടെ നമ്മൾക്ക് നമ്മുടെ സ്വത്തായിട്ട് എണ്ണാൻ, കാണാൻ, നമ്മുടെ സ്വത്തായിട്ട് നമുക്ക് അഭിമാനിക്കാൻ. കാരണം ഈ ദുനിയാവിൽ പറഞ്ഞ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അത് അള്ളാഹു ഉപരിലോകത്തെ കബൂലാക്കി, അതിന് അള്ളാഹു നമുക്ക് ഏകിയതാണത്. മനസ്സിലല്ലേ? അതാണ് ദിക്ർ, അതിൻ്റെ പ്രത്യേകത. സ്വർഗത്തിൽ കൃഷികൾ, സ്വർഗത്തിൽ കൃഷികൾ. എങ്ങനെ കൃഷികൾ വരുന്നത്? അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് നൽകിയൊരു സന്ദേശമാണ്. സ്വർഗം വിശാലമാണ്, ഫലഭൂയിഷ്ടമാണ്, സുന്ദരമായ വിളതലാണ്, നന്നായിട്ട് കൃഷി ഇറക്കാൻ യോഗ്യമായ മണ്ണാണ്. കൃഷി ഇറക്കാൻ ഉപയോഗിക്കേണ്ട വിത്ത് അല്ലെങ്കിൽ വിള അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ 4 കലിമത്താണ്. മനസ്സിലായി? ഒരു പ്രശ്നമല്ല, ഒരധ്വാനം വേണ്ട, കുറേ ടൈമും വേണ്ട. ഇനി ഒരു മനുഷ്യൻ ഏതൊരവസ്ഥയിലാണെങ്കിലും നിർവഹിക്കാവുന്ന ദിക്റാണ്. പക്ഷേ ആളുകൾ ഒരു വിശാല മനസ്കതയിൽ, നല്ല നീയത്തിൽ, മനസാന്നിധ്യത്തിൽ ഇതൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലിസാനൻ ദാക്കിർ, ദിക്റെടുക്കുന്ന നാവ് നമുക്കുണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. അതേപോലെ സൗജത്തൻ മുഅ്മിനത്തൻ, വിശ്വാസിനിയായ ഭാര്യ, തുഈനു കല അംറിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്ന. അതെന്തേക്കാരപ്പം ഈ പരലോകത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കണ ഭാര്യ പറഞ്ഞ
പരലോകത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്ന ഭാര്യ എന്നാണ് നിസ്കാര സമയത്ത് നമ്മളെ ഉണർത്തുന്ന, ബാങ്കിൽ വിളി കേട്ടാൽ നമ്മളെ ഉണർത്തുന്ന, ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഉണർത്തുന്ന, നോമ്പെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, രാത്രി നമസ്കാരത്തിന് നമ്മളെ വിളിച്ചുണർത്തുന്ന, ഇതൊക്കെ പാരസ്പര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലല്ല. പുരുഷന്മാർ വ്യാപൃതരാണ്. പലവിധ പ്രശ്നങ്ങളിൽ അവരുടെ മേലാണല്ലോ നഫഖത്ത്, ജീവിത ചെലവുകൾ. ഭാര്യനെ നോക്കേണ്ടത്, മക്കളെ നോക്കേണ്ടതിൻ്റെ ബാധ്യത ആരൊക്കെ? ആണിനാണ്. ഇന്ന് ആകെ തല തിരിഞ്ഞ അവസ്ഥയാണ്. മനസ്സിലെ? ആണ് പരീ കുത്തർക്ക, പെണ്ണ് ജോലി ചെയ്യുക എന്നുള്ള ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. നഊദു ബില്ലാഹ്. പക്ഷേ ആണ് വ്യാപൃതമാകും. അതുകൊണ്ട് തന്നെ വ്യാപൃതമാകുന്ന മനസ്സിന് ഓർമ്മയിടാൻ അതിന് സ്ത്രീകൾ, അതാണ് പരലോകത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുക. ഞങ്ങളെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അല്ലാഹു യജ്സിൽ ജന്ന. അയാളൊരു പെണ്ണ് ഭർത്താവിനെ സഹായിക്കുന്ന ഒരു കഥ പറയലുണ്ട്. ശരി, ഈ ചങ്ങായിക്ക് പലിശ കൊടുക്കലാണ് പണി, പലിശ കൊടുക്കലാണ്. അപ്പോൾ ആര് വൈക്കക്കൂടി പോവുകയാണെങ്കിലും പരീക്ക് കയറി വരികയാണെങ്കിലും ഇവൾ ഇയാളെ വിളിച്ചിട്ട് പറയും, അത് അയാൾ പോകണം, അയാളെ പലിശ തന്നോ, ഇയാൾ വന്നു ഇയാളെ പലിശ തന്നോ. ഏതെങ്കിലും ആളുകൾ പരിയിൽ വന്ന് തുറന്നിട്ടുണ്ടെങ്കിലും അയാളെ പലിശ തന്നോ, അയാളോട് വർത്തമാനം പറഞ്ഞിരിക്കണേരം അതൊക്കെ നോയിക്കോളിയും എന്നാ പറയുക. അവസാനം ഇയാൾ തൊയിരം കെട്ടിട്ട് പറഞ്ഞു എന്നാണ്, ആയിഷ ആയിഷ പലിശ പലിശ എന്നിങ്ങനെ പറയല്ല, ലാഭം ലാഭം എന്ന് പറയാന്ന് അല്ലേ. ഇതിങ്ങനെ പലിശ പലിശ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയണ്ടെങ്കിൽ ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. അല്ലേ, ഇങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അപ്പോൾ വിഷയം പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഭാര്യ എന്നുള്ളതാണ്. അതാണ് സമ്പാദിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ കീഴ്ഘടകങ്ങളായി നമ്മളുടെ വീടുകളിൽ വളരുന്ന പെൺമക്കളെയും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അവരോട് പറയണം, അവരൊക്കെ പുതിയണ്ണായി ഇറങ്ങിപ്പോകേണ്ടവരാണ്. ഭർതൃഗ്രഹത്തിലേക്ക് ഭാര്യയായി പോകേണ്ടവളാണ്. പോകുമ്പോൾ ഭർത്തൃ വീട്ടിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, ഭർത്താവിനോട് എങ്ങനെയാണ് ഒത്തു ജീവിക്കേണ്ടത്, ഭർത്താവിനെ എങ്ങനെയാണ് സേവിക്കേണ്ടത്, ഏത് വിഷയത്തിലാണ് സേവനത്തിൽ മികവ് പുലർത്തേണ്ടത്, അത് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. സൗജത്തുൻ സാലിഹത്തുൻ തുഈനു അഹദക്കും അല അംറിൽ ആഖിറ. പരലോകത്തിൻ്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പെണ്ണിനുള്ള ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ശീലിക്കണം, അഭ്യസിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ഗൃഹാന്തരീക്ഷം ആ രീതിയിലാകണം. ഗൃഹാന്തരീക്ഷം ആ രീതിയിലാകണം. ഭാര്യ ഭർത്താക്കന്മാർ മാതൃകയാകണം. ആർക്ക്? മക്കൾക്ക്. പലപ്പോഴും മാതൃകയുടെ വിഷയത്തിൽ ഗൃഹാന്തരീക്ഷങ്ങൾ ശൂന്യമായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഉസ്താദ് എ പി അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, 2 കുട്ടികൾ ആങ്ങളും പെങ്ങളുമാണ്. ഒരു കുട്ടികൾ കളിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, വാപ്പിയും മീൻ കളിക്കും. വാപ്പിയും മീൻ കളിക്കുമ്പോൾ കുറച്ചു നേരമൊക്കെ വാപ്പിയും മീനായിട്ട് നല്ല രീതിയിൽ കളിച്ച്, പിന്നെ തമ്മിൽ തല്ലു തുടങ്ങി, പെരും അടി. അപ്പോൾ കണ്ടു ഞാൻ പറഞ്ഞേ, എന്താണ് നിങ്ങൾ ഇത്രയേറെ നല്ല രീതിയിലേക്ക് കളിച്ചിക്കാണ്ട് ഇപ്പം ഇനി തല്ലുകൂടി തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ തല്ലുകൂടിയല്ല, പിന്നെ ഞങ്ങൾ വാപ്പിയും മീൻ കളിച്ചാണ്. അപ്പോഴത്തെ വാപ്പിയും മീൻ കളിച്ചുമ്പോൾ നിങ്ങൾ തല്ലുകൂടുന്നു. അപ്പോൾ പറഞ്ഞു, വാപ്പിയും മീൻ കളിച്ചുമ്പോൾ തല്ലുകൂടണ്ടേ? കാരണം എന്താ? വാപ്പി മീൻ അങ്ങനെ ഉള്ള ആ ജീവിതത്തിൽ അടി ഒരു അനിവാര്യ ഘടകമായിട്ടാണ് ഇവർ മനസ്സിലാക്കിയത്. കാരണം അതാണ് പെരൻ്റെ ഉള്ളിൽ കാണുന്നത്. പെരൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. മാതൃക എന്തല്ല, കൃത്യമല്ല. ഒരാൾ ഭാര്യനെ വീട്ടിൽ നിന്ന് കോളേജിൽ കൊണ്ടുപോയാക്കും. ഭാര്യനെ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് കോളേജിൽ കൊണ്ടുപോയാക്കും. എല്ലാ ദിവസവും ഭാര്യയ്ക്ക് കോളേജിൽ പോകണം. അപ്പോൾ ഭർത്താവാണ് കൊണ്ടുപോയാക്കുക. ഭർത്താവ് കോളേജിൽ ഭാര്യനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവ് കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഭാര്യയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കും. അങ്ങനെ ഭാര്യ ഇറങ്ങിയിട്ട് പോകും, ഭർത്താവ് തിരിച്ചു കയറും. എല്ലാ ദിവസവും ഈ കാഴ്ചയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാതൃകാ ദമ്പതികൾ, നല്ലൊരു ഭർത്താവല്ലേ. അതായത് ഭാര്യനെ എത്തിക്കുന്നു, എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഡോറ് തുറന്നു കൊടുത്ത് ഭാര്യനെ ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന മറ്റു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഉദ്വേഗം, അവർക്ക് ഭയങ്കര ആശ്ചര്യം. നല്ലൊരു ഭർത്താവ് പിന്നെ ഇങ്ങനെ. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്ത് അവരുടെ ഭർത്താക്കന്മാരോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയണ്ടോ, അങ്ങനെയാകണം.
ഭാര്യനെ സ്നേഹിക്കേണ്ടത്. കോളേജിലെത്തിച്ച് ഇറങ്ങിച്ചെന്ന് ഡോറ് തുറന്നിട്ട് ഇറക്കി വിടുന്ന ഭർത്താവ്. അപ്പം മറ്റ് ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്ത് ഇയാളോട് അയാളുടെ ആ സ്വഭാവം എങ്ങനെ അയാൾക്ക് കിട്ടി, എങ്ങനെയാണ് ഒരു മനസ്ഥിതി വന്നത്, എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിൽ നിന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ച്, നിങ്ങൾ ഇങ്ങനെ ഒരു മാതൃകയാകാൻ എന്താണ് നിങ്ങൾക്ക് പ്രചോദനം, എന്താണ് പ്രേരകം? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഓളോടുള്ള പ്രിയം കാരണത്താലും പിരിശം കാരണത്താലും ഇറങ്ങി തന്ന് തുറക്കണത്. വണ്ടിൻ്റെ ഡോറ് കേടാണ്, ഉള്ളിൽ തുറക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് പുറത്ത് പോയിട്ട് തുറന്നു കൊടുക്കണതെന്ന് പറഞ്ഞത്. ഇവിടെ പലപ്പോഴും മാതൃക എങ്ങനെയാണ്? കൃത്രിമാണ്, ഉപരിപ്ലവമായിട്ട് കുറച്ച് മൊഞ്ചുണ്ട്, ചേലുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഉള്ളു പൊള്ളയാണ്. ആ രീതിയിലാണ് പലപ്പോഴും എന്ത് ബന്ധങ്ങൾ. ഇവിടെ വിഷയം ഇണ, അത് പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ സഹായിക്കുന്ന ഇണയാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇണകൾ അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടേത്. നമ്മുടെ ജീവിതത്തിൽ ഇണകളാകാൻ പോകുന്ന നമ്മളുടെ വീട്ടിലെ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു പരിവർത്തനം, വളർച്ച അവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ് ഈ കാര്യം ഉണർത്തിയത്. നമ്മളുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഷക്കൂർ. അല്ലാഹു ഷക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ചിലത് ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഞാൻ പറഞ്ഞു അല്ലാഹു ഷക്കൂറാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കർമ്മങ്ങൾ ചെറുതാണെങ്കിലും അത് അല്ലാഹു മഹനീയമായി കാണുകയും സ്വീകരിക്കുകയും അതിൽ അല്ലാഹു നമ്മളെ പ്രശംസിക്കും, പ്രകീർത്തിക്കും, പ്രതിഫലം മഹത്തരമാക്കി തരും. അതാണ് മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ എന്നാണ്. ഒരു നന്മ കൊണ്ടെത്തിക്കുന്നവൻ അവന് 10 മടങ്ങ് നന്മയാണത് എന്നാണ് അല്ലാഹുവിങ്കൽ. എന്നാൽ തിന്മ ഒരാൾ ചെയ്തു, തിന്മ എത്ര വലുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മ എഴുതുകയാണെങ്കിൽ തന്നെ ഒരു തിന്മയാണ്. പക്ഷെ ആ തിന്മ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും. അല്ലാഹു അതിൽ വിട്ടുവീഴ്ച നൽകും. നമ്മൾ മാപ്പിരക്കുന്ന പക്ഷം അല്ലാഹുവിൻ്റെ കാരുണ്യാതിരേകത്താലും. ഒരു സംഭവം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. അബുൽ യസർ കഅബ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയാണ്, അദ്ദേഹം പറയാണ്, ഒരു പെണ്ണ് കാരക്ക വാങ്ങാൻ വേണ്ടി വന്നു. അബുൽ യസർ കഅബ് ഇബ്നു അംർ അദ്ദേഹം കാരക്ക ബിസിനസ്സുകാരനാണ്. അപ്പോൾ കാരക്ക കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്നു. അല്ലാഹ്. അപ്പോൾ ഈ അബുൽ യസർ ഈ സ്ത്രീ വന്നപ്പോൾ എന്ത് ചെയ്ത്, വീട്ടിനകത്ത് ഇതിലേറെ മുന്തിയ കാരക്കുണ്ട് എന്ന് പറഞ്ഞു. ആ വീട്ടിനകത്ത് എന്ത് ചെയ്ത്, ഈ സ്ത്രീ കയറി. ഇപ്പം മനുഷ്യ സഹജല്ലേ, വീട്ടിനകത്ത് കയറി ഈ സ്ത്രീയെ ഇയാളെന്ത് ചെയ്ത്, ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ച്. മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന ഒരു പൈശാചിക വികാരം, ഒരു ദുർബല നിമിഷം, അതാണ്. പക്ഷേ തെറ്റ് വന്നു പോയി, ഇത്രേ ചെയ്തോളൂ. ആ സ്ത്രീയെ കൂട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, അത്രയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര കുണ്ഠിതം, ദുഃഖം, തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ദുഃഖം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക്, ആരും അറിയില്ല, നീ ആരോടും മിണ്ടണ്ട, തൗബ ചെയ്താൽ മതി, ഇസ്തിഗ്ഫാർ നടത്താൻ മതി, ആ രീതിയിൽ. പക്ഷെ ഇദ്ദേഹത്തിന് പൊറുതിയില്ല. അദ്ദേഹം ഉമറിൻ്റെ അടുക്കൽ ചെന്നു. ഉമറിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ചെയ്തു. പറഞ്ഞു, അത് ഇനി ആരോടും പറയണ്ട, അത് ന്യൂസാക്കണ്ട എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് വീണ്ടും പൊറുതിയില്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട്, റസൂലേ, ഞാൻ ഇങ്ങനൊരു പണി ചെയ്തു, ഞാൻ അവരെ ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട് കുറച്ചു നേരം മൗനിയായിട്ട് റസൂലുള്ളാഹി ഇരുന്ന് എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഈ വ്യക്തി ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വഹി നൽകി. എന്താ വഹി? വഅഖിമി സ്വലാത്ത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന അസ്സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഇതാ പറഞ്ഞത്. നിസ്കാരം കൃത്യമാക്കാൻ പറഞ്ഞു. അഖിമി സ്വലാത്ത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ, പകലിൻ്റെ 2 അറ്റങ്ങളിലും രാത്രിയിലും
നിസ്കാരം നിലനിർത്താൻ പറഞ്ഞു. 5 വക്ത് ഫർദ് നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 5 വക്ത് ഫർദ് നിസ്കാരത്തെക്കുറിച്ച്. പിന്നെ പറഞ്ഞു ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, സുഹൃതങ്ങൾ അത് ചീത്ത കർമ്മങ്ങളെ പോക്കിക്കളയും. അതുകൊണ്ട് സുഹൃതം വർദ്ധിപ്പിക്കാനും പറഞ്ഞു, നന്മകൾ വർദ്ധിപ്പിക്കാനും പറഞ്ഞു. ദാലിക ദിക്റാ ലിദ്ദാക്കിരീൻ, ഉത്ബുദ്ധരാകുന്നവർക്ക് ഉത്ബോധനമാണിത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തി അയാളുടെ ഈമാൻ്റെ തോത് കുറഞ്ഞ ഒരു സമയം, ഒരു സഹാബി ഒരു ദുർബല നിമിഷം ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവളെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. മനുഷ്യ സഹജമാണ്, എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യന്മാരെന്നൊക്കെ ഇങ്ങനെ വീഴ്ചകൾ വരും. പക്ഷേ സഹാബികളും നമ്മൾ പിൽക്കാലക്കാരും തമ്മിലുള്ള വ്യത്യാസം, നമ്മളല്ല പിൽക്കാലക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു തെറ്റ് വന്നപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും അതിൽ അവർക്ക് പൊറുതികേടുണ്ടാവുകയും ചെയ്തു. ഇതെങ്ങനെ നികത്തണം, എങ്ങനെ പോക്കണം, ഇതിലെങ്ങനെ കുറ്റവിമുക്തനാകണം എന്ന ത്വരയും ചിന്തയും അതവരിൽ വളർന്നു. അതുകൊണ്ടാണ് അവർ ഉമറിനെ ചെന്ന് കണ്ടത്, അബൂബക്കർ റളിയല്ലാഹു ചെന്ന് കണ്ടത്, തിരുസവിധത്തിലെത്തിയത്. മനസ്സിലായില്ലേ? ആ മനസ്ഥിതിയാണ് വേണ്ടത്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം അവിടുന്ന് ഉണ്ടാകുക എന്നുള്ളത്, അതാണ് വേണ്ടത്. മനസ്താപത്തിൽ, പശ്ചാത്താപ ബോധത്തിൽ തിരുസവിധത്തിലെത്തിയ ആ വ്യക്തിയുടെ ആ വിഷയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞത്? അദ്ദേഹത്തിൽ നിന്ന് ഒരു ചതിപ്രയോഗം വന്നു, പിന്നെ ഇങ്ങനെ ഒരു തെറ്റും വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? പാപിയാണ്, കുറ്റക്കാരനാണ്, ശിക്ഷ ഉണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെയോ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ പറഞ്ഞു. സുഹൃതങ്ങൾ തിന്മകളെ പോക്കും എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. അതായത് ഇനി നന്മകൾ പ്രവർത്തിക്കുക, തിന്മകളെ ആ നന്മകൾ പോക്കും എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത. മനുഷ്യ സഹജമായി തിന്മകൾ വന്നാൽ തന്നെയും അതിനെ തുടർന്ന് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയെ നന്മ പോക്കും. ഞാനിവിടെ ഉണർത്തിയിട്ടുണ്ടാവാൻ മുമ്പ് എങ്കിലും ഒന്നുകൂടി, ഒരു വ്യക്തി ഒരു പെണ്ണിനെ കൊന്ന കഥ. ഒരു സ്ത്രീയെ കാണാൻ പോയി, കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച്. നല്ല പ്രതീക്ഷയിലായിരുന്നു ഈ വ്യക്തി പെണ്ണ് കാണാൻ പോയത്. പക്ഷേ കണ്ട പെണ്ണ് ഇയാളുടെ അഭ്യർത്ഥനയെ നിരസിച്ചു, തിരസ്കരിച്ചു. ഇച്ഛാഭംഗപ്പെട്ട ഈ വ്യക്തി എന്ത് ചെയ്തു? ഈ പെണ്ണിനെ കൊന്നു. അതിന് കാരണം എന്താ? ഇയാളുടെ അഭ്യർത്ഥന നിരസിച്ചിട്ട് അവൾ വേറെ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇയാൾ ചുണ്ടി മൂത്ത് എന്ത് ചെയ്താൽ പെണ്ണിനെ കൊല്ലുക ചെയ്തത്. മഹാകുറ്റം. പക്ഷേ ഈ വ്യക്തിക്ക് പശ്ചാത്താപബോധം ഉണ്ടായി, തെറ്റു വന്നു എന്നുള്ള ഒരു ഉൾവിളി വന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് ആ വിഷയത്തിൽ സംസാരിക്കാൻ വന്നു. ഇബ്നു അബ്ബാസിനോട് പറയാണ്, ഇബ്നു അബ്ബാസ്, ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു അപരാധം വന്നു പോയി, വലിയൊരു തെറ്റിൻ്റെ അടുത്ത് വന്നു പോയി. ഉടനെ ഇബ്നു അബ്ബാസ് ചോദിച്ചാൽ എന്താ? നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞില്ല, എനിക്ക് ഉമ്മല്ല, അമ്മ മരിച്ചുപോയി. അപ്പോൾ ഉടനെ ഇബ്നു അബ്ബാസ് പറയുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് നന്നായി സൽപ്രവർത്തികൾ ചെയ്ത് നിൻ്റെ ജീവിതത്തിൽ വന്ന ഈ അപരാധം മായ്ക്കാൻ, ഈ തെറ്റ് മായ്ക്കാൻ പുണ്യം ചെയ്യാൻ പറഞ്ഞു. ആ ഉപദേശം കേട്ട ആ വ്യക്തി മടങ്ങി. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യൻ സുലൈമാൻ ഇബ്നു യസാർ അവിടെ എത്തി. ഇത് കാണുന്നുണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ വന്നിട്ട് സുലൈമാൻ ഇബ്നു യസാർ, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യൻ പറയാണ്, ഇബ്നു അബ്ബാസ്, ആ വ്യക്തി ഈ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ എന്തിനാ ചോദിച്ചത്? അപ്പോൾ സുലൈമാൻ ഇബ്നു യസാറിനോട് ഇബ്നു അബ്ബാസ് പറയാണ്, അയാൾ ചെയ്തത് ഒരു കടുത്ത അപരാധമാണ്. ഒരു പെണ്ണിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന വലിയ അപരാധമാണത്. അയാൾ പശ്ചാത്തപിച്ചു തൗബ ചെയ്തു. അയാളുടെ ആ തെറ്റ് പോകണമെങ്കിൽ വലിയൊരു പുണ്യം ഈ ദുനിയാവിൽ ഇനി അയാൾ ചെയ്യണം, വലിയൊരു പുണ്യം അയാൾ ചെയ്യണം. മാതാവിനും പുണ്യം ചെയ്യുക എന്നതിനേക്കാൾ മഹനീയമായൊരു കർമ്മം ഇവിടെ ഉള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ ഉമ്മാക്ക് പുണ്യം ചെയ്ത് സുഹൃതം ചെയ്ത് ജീവിതത്തിൽ വന്ന ഈ അപരാധം മായ്ക്കപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾക്ക് മാതാവ് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതര സൽപ്രവർത്തികൾ ചെയ്തിട്ട് അയാളോട് ഞാൻ ജീവിക്കാൻ പറയാണ് ചെയ്തതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പ്രതികരണം. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളിൽ നിന്ന് വരുന്ന തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്, മറക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ്. എന്നാൽ ആളുകളിൽ നിന്ന് വന്നു പോകുന്ന നന്മകൾ അത് ഇനി ചെറുതാണെങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇരട്ടിപ്പിക്കുകയും ഖബൂലാക്കുകയും അതിൽ ആ ചെയ്തവനെ പ്രശംസിക്കുകയും പ്രതിഫലം മഹത്തരമാക്കുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷക്കൂറാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ മറ്റൊരു വിഷയം ഇതുപോലെ നമുക്ക് തുടർത്തി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും
എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതി നമ്മളിൽ ഈ സദസ്സിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗത്തിൽ ഒരിടം കാണാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മളുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم نجي المسلمين المستضعفين في كل مكان اللهم نجي المسلمين المستضعفين في كل مكان اللهم نجي المسلمين المستضعفين في كل مكان اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورخاءها واستقرارها ورجال أمنها اللهم من أرادها وأراد المسلمين بسوء اللهم فأشغله في نفسه واجعل كيده في نحره واجعل تدبيره تدميرا عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.